ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷനിൽ ആദ്യം പ്രധാന വാർത്തകൾ. സലീം രാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസിൽ റവന്യൂ ഉദ്യോഗസ്ഥർ കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയതായി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയെടുത്തു എന്നറിയിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. തന്റെ നഗ്നചിത്രം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ബിജു രാധാകൃഷ്ണൻ തട്ടിപ്പിൽ പങ്കാളിയാക്കിയതെന്ന് സരിത. കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ ഇരുമ്പയിര് ഖനനാനുമതി പുനഃപരിശോധിക്കുമെന്ന് വ്യവസായ വകുപ്പ്. ഇക്കാര്യത്തിൽ ഇടത് സർക്കാരിനെ കുറ്റപ്പെടുത്താനില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. കേരളത്തിൽ ഇനി പരിസ്ഥിതി സൗഹൃദ വ്യവസായങ്ങൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ എന്നും കുഞ്ഞാലിക്കുട്ടി. ആരുഷി ഹേംരാജ് ഇരട്ടക്കൊലക്കേസിൽ ആരുഷിയുടെ മാതാപിതാക്കൾ കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷാവിധി നാളെ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാടിനെ പിന്തള്ളി എറണാകുളം മുന്നിൽ. PU ചിത്രയ്ക്ക് ട്രിപ്പിൾ സ്വർണം. താരങ്ങളെ അയോഗ്യരാക്കിയതിനെതിരെ ഗ്രൗണ്ടിൽ പാലക്കാടിന്റെ പ്രതിഷേധം. ഉത്തേജക മരുന്ന് വിൽപ്പനയ്ക്കെതിരെ കൊച്ചിയിലെ മരുന്ന് കടകളിൽ റെയ്ഡ്. നടപടി മീഡിയ വൺ വാർത്തയെ തുടർന്ന്. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സഹീർ ഖാൻ തിരിച്ചെത്തി. ഗൗതം ഗംഭീർ ടീമിലില്ല. രാജീവ് ഗാന്ധി വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പേരറിവാളന് നീതി ലഭ്യമാക്കാൻ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുമെന്ന് പേരറിവാളിന്റെ അമ്മ അർപ്പുതാമാൾ. പേരറിവാളിന്റെ മൊഴി പരിശോധിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന അന്വേഷണ സംഘാംഗമായിരുന്ന വി ത്യാഗരാജന്റെ വെളിപ്പെടുത്തലിനോട് പ്രതികരിക്കുകയായിരുന്നു അവർ. പേരറിവാളൻ കുറ്റസമ്മതം നടത്തിയിട്ടില്ലെന്നും അന്വേഷണ സംഘം തയ്യാറാക്കിയ മൊഴിയിൽ നിർബന്ധപൂർവ്വം ഒപ്പിട്ട് വാങ്ങുകയായിരുന്നുവെന്നും ഇക്കാര്യവും ഉടൻ പുറത്തുവരുമെന്നും അർപ്പുതാമാൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. രാജീവ് ഗാന്ധി വധത്തിന്റെ ആസൂത്രകനായ ശിവരശന് ബോംബ് നിർമ്മാണത്തിനായി ബാറ്ററി വാങ്ങി നൽകിയതാണ് പേരറിവാളിനെതിരെയുള്ള പ്രധാന കുറ്റം. ബാറ്ററി നൽകിയത് താനാണെങ്കിലും വധിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്ന് പേരറിവാളൻ മൊഴി നൽകിയിരുന്നു. ഈ മൊഴി രേഖപ്പെടുത്താൻ വിട്ടുപോയെന്നും പിന്നീട് തിരുത്താൻ അവസരം ലഭിച്ചില്ലെന്നുമാണ് CBI SP ആയിരുന്ന ത്യാഗരാജൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. At that time, when the confession was recorded, when the investigation was still not complete, we were not sure whether what he says was true. So at that stage, I thought it fit not to record that particular sentence, but at the same time, I did not record that Sivarasana told him specifically that this is the purpose and Rajiv Gandhi was going to be assassinated. Nowhere in the statement this figure. SP ത്യാഗരാജൻ തന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി പേരറിവാളൻ മാധ്യമം ആഴ്ചപ്പതിപ്പിന് നൽകിയ അഭിമുഖത്തിൽ ആരോപിച്ചിരുന്നു. അതേസമയം ത്യാഗരാജന്റെ വെളിപ്പെടുത്തൽ പേരറിവാളൻ നിരപരാധിയെന്ന തന്റെ വാദം ശരിവയ്ക്കുന്നതായി പേരറിവാളന്റെ അമ്മ അർപ്പുത അമ്മാൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കുറ്റസമ്മത മൊഴി നൽകിയിട്ടില്ലെന്നും അന്വേഷണ സംഘം തയ്യാറാക്കിയ മൊഴിയിൽ നിർബന്ധപൂർവ്വം ഒപ്പിടിവിക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. எல்லாம் அவங்க எழுதி வச்ச பேப்பர்ல மிரட்டி அடிச்சு கையெழுத்து வாங்கினதுதான். இது கூட நாளைக்கு ஏதாவது வெளிப்படும். மக்கள் மத்தியில போறேன் நான். என் பையன் நிரபராதி நான் சொல்றேன். யாருமே என் பக்கம் குரல் கொடுக்கலையே. പേരറിവാളിന് പിന്തുണ അഭ്യർത്ഥിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമെന്നും അർപ്പുത അമ്മാൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. തമിഴിൽ ഉയിർവലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ പ്രാണവേദന എന്ന് പേരിട്ട ഡോക്യുമെന്ററിയിലാണ് CBI SP ആയിരുന്ന ത്യാഗരാജന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായത്. പേരറിവാളന് ഈ ഗൂഢാലോചനയിൽ പങ്കില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ തനിക്ക് വീഴ്ച പറ്റി എന്ന് ത്യാഗരാജൻ തുറന്നു പറയുന്നു. ഈ തുറന്നു പറച്ചിൽ നീതിന്യായ സംവിധാനത്തിൽ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിന് മുന്നിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ എന്തൊക്കെ? ഈ വിഷയം ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, മുതിർന്ന അഭിഭാഷകൻ, കൊച്ചിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. S. കൃഷ്ണകുമാർ, മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവും, അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. പീപ്പിൾസ് മൂവ്മെന്റ് എഗൻസ്റ്റ് ഡെത്ത് പെനാൽറ്റി ഭാരവാഹി സെൽവരാജ് മുരുകൻ, അഡ്വക്കേറ്റ് PS. ശ്രീധരൻപിള്ള, BJP നേതാവ്, ഇവർ ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം അഡ്വക്കേറ്റ് കാളീശ്വരം രാജിലേക്ക്. കാളീശ്വരം രാജ്, 22 കൊല്ലത്തിന് ശേഷമാണ് അന്വേഷണ സംഘത്തിൽ അംഗമായിരുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. അതും പ്രസിഡന്റ് ദയാഹർജി പോലും തള്ളി വധശിക്ഷ കാത്തു നിൽക്കുന്ന പേരറിവാളനടക്കം 3 പേരുടെ കാര്യത്തിൽ എന്ത് നിയമപ്രശ്നങ്ങളാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ തുറന്നു പറച്ചിൽ ഇപ്പോൾ ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും ഇത് അനിതര സാധാരണമായ ഒരു സംഭവ വികാസമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വളരെ പരമ്പരാഗതമായ നിയമതത്വങ്ങൾ കൊണ്ട് മാത്രം യാന്ത്രികമായി സമീപിക്കേണ്ടുന്ന ഒരു വിഷയമല്ല ഇത് എന്നുള്ളതാണ് നാം ആദ്യമായി കാണേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. കാരണം വധശിക്ഷയ്ക്കെതിരായിട്ട് ഇന്ന് ലോകമാകെ വളർന്നു വന്നിട്ടുള്ള ഒരു അന്തരീക്ഷം, ഏതാണ്ട് 136ഓളം രാജ്യങ്ങളിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണിത്. വധശിക്ഷ കൊണ്ട് കുറ്റകൃത്യങ്ങൾ കുറക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ലോകത്തിന് മുമ്പിലുള്ളൊരു പാഠമാണ്, ചരിത്രത്തിൻ്റെ പാഠമാണ്, സന്ദേശമാണ്.
അപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ വധശിക്ഷയ്ക്കെതിരെ വന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷെ പലപ്പോഴും ഭരണകൂടം ഇതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നു. വധശിക്ഷ വിധിച്ച ന്യായാധിപർ പോലും മറിച്ചു പറയുന്നു. ജസ്റ്റിസ് KT തോമസിനെ പോലെയുള്ളവർ പറഞ്ഞിട്ടുള്ള വെളിപ്പെടുത്തൽ, മുമ്പോട്ട് വച്ചിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, ജസ്റ്റിസ് സിന്ന നടത്തിയിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള വിധിന്യായം, മഹാരാഷ്ട്ര കേസിലുണ്ടായിട്ടുള്ള വിധിന്യായം, അതുപോലെ തന്നെ മറ്റ് പല സന്ദർഭങ്ങളിലും കുറ്റകൃത്യം സംബന്ധിച്ച് പിന്നീടുണ്ടായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, അഫ്സൽ ഗുരുവിൻ്റെ അടക്കം കാര്യത്തിലുണ്ടായിട്ടുള്ള വിമർശനങ്ങൾ, അദ്ദേഹം ഇതുപോലെ ഏതാണ്ട് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് പോലും ഇല്ലായിരുന്നു എന്നും ഏതാണ്ട് സാങ്കേതികമായിട്ടുള്ള ഏതാണ്ടൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടത് എന്നുമുള്ള ആക്ഷേപങ്ങൾ. രാജീവ് ഗാന്ധി കേസിൽ മാത്രമല്ല, മുമ്പ് KR സിംഗിൻ്റെ രക്തം നിലവിളിക്കുന്നതിന് പറഞ്ഞ മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ കൊലക്കേസുമായി ബന്ധപ്പെട്ടിട്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ വന്നിട്ട് പറഞ്ഞു വരുന്നത് ഇതാണ്. പലപ്പോഴും ഒരു ക്രിമിനൽ കുറ്റകൃത്യം സംബന്ധിക്കുന്ന വിചാരണ എന്ന് പറയുന്നത് നാം ആഗ്രഹിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ നാം തെറ്റായി വിശ്വസിക്കുന്നത് പോലെ ഒരു സത്യാന്വേഷണ പരീക്ഷയല്ല. വിഗ്മോർ, പ്രസിദ്ധ ചിന്തകനായിട്ടുള്ള വിഗ്മോർ ക്രിമിനൽ കേസ് വിചാരണയെ ഉപമിക്കുന്നത് ഒരു ബേസ്ബോൾ കളിയോടാണ്. അവിടെ കളിയുടെ നിയമങ്ങളാണ്. അന്വേഷണത്തിലായാൽ പോലും എങ്ങനെയും പ്രതികളെ പിടികൂടുക, പിടികൂടിയ പ്രതികളെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കുവാൻ ആവശ്യമായ തെളിവുകൾ മാത്രം ശേഖരിക്കുക, അതുമാത്രം കോടതിക്ക് നൽകുക. മറിച്ചുള്ള തെളിവുകൾ, ഒരുപക്ഷെ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ, അവയെ അവഗണിക്കുക. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ആവേശമാണ് പലപ്പോഴും പ്രോസിക്യൂഷൻ കാണിക്കുന്നത്, പലപ്പോഴും അന്വേഷണ ഏജൻസി കാണിക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ പുറകിലുണ്ടായിട്ടുള്ള കുറ്റബോധത്തിൻ്റെ, അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള ധാർമ്മിക ബോധത്തിൻ്റെ, മനസാക്ഷി കുത്തിൻ്റെ വളരെ ഒരു തരത്തിലും പ്രതിരോധിക്കാനാവാത്ത വിധത്തിലുള്ള ശക്തമായിട്ടുള്ള പീഡനം കൊണ്ടാകാം ഇപ്പോൾ ഈ രീതിയിലുള്ളൊരു വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുള്ളത്. അതിനെ വേണ്ട വിധത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് പ്രസിഡന്റിന്റെ അടക്കം, സുപ്രീം കോടതിയുടെ അടക്കം, ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയുടെ ബാധ്യതയാണ്. കാരണം പ്രസിഡന്റിന് ഒരു തവണ മാത്രമേ പാർഡണിംഗ് പവർ സംബന്ധിച്ച് ഉത്തരവിറക്കാൻ കഴിയൂ എന്ന് രാജ്യത്ത് നിയമമില്ല. സുപ്രീം കോടതിക്ക് പോലും റിവ്യൂ പവർ, സുപ്രീം കോടതിയുടെ റിവ്യൂ പവർ മറ്റ് ഹൈക്കോടതികളിൽ നിന്നും വിചാരണ കോടതികളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതുപോലെ ഒരു ജീവൻ മരണ പ്രശ്നത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഇനിയെങ്കിലും ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കി ഇത് സംബന്ധിച്ച ഒരാളെ പ്രത്യേകിച്ചും ഇത്രയും വർഷം ബുള്ളാർ ജഡ്ജ്മെന്റിലൊക്കെ നമ്മൾ കണ്ടതിനാണ്. അതിനുശേഷം ആസാമിലെ ദാസിന്റെ കേസിൽ 20-ൽ താഴെ വർഷങ്ങൾക്ക് ശേഷമുള്ള തടവ് ശിക്ഷയുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വേണ്ടെന്ന് വെച്ച സുപ്രീം കോടതിയാണ് നമ്മുടേത്. ഏതാണ്ട് ആ തത്വം ഈ കേസിലും പേരറിവാളിന്റെയും മറ്റും കാര്യത്തിൽ പ്രയോഗിക്കുവാൻ മതിയായ ഒരു കാരണമാണ്, സംഭവ വികാസമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. റൈറ്റ്. സെൽവരാജ് മുരുകൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ Selvaraj Murugan, thank you very much for joining us this evening. What is the relevance of Tyagarajan's revelations at this juncture? What are you thinking about this? Yeah. So I would say Tyagarajan's revelation is not only relevant to Pere Rivalan, Sandhan, Murugan case, but it is a very relevant statement with respect to the entire anti-death penalty stance. Because as Mr. Krishna, you know, he has been waging this war against death penalty for more than 30 years. And now he stands vindicated. He stands vindicated because anybody, I mean, Rajiv Gandhi murder case is such a high-profile case. If you could make mistakes, if you could hang somebody, some innocence in such a high-profile case, what will be the status of poor innocents who are toiling here? There are about 540 death penalty cases in India, but do we have time to go into each and every case? Never. So this Mr. Tyagarajan's statement is very relevant that the entire death penalty has to be abolished. These people are innocent, so we demand immediate release of these people with proper compensation. That is my death penalty stand. Moreover, Tyagarajan, we should appreciate him. See, it is not that Tyagarajan made a mistake. He did make a confession statement. Pere Rivalan did make a confession statement, and Tyagarajan was recording. And Tyagarajan never know that Pere Rivalan would be taken to the gallows.
because the SIT investigation, there will be several officers. One team will be only taking confession statement. Other team will be interpreting the wireless message. Other team will be interpreting the witnesses. So there are several teams. So finally, when it goes to the corroboration, when you make the charge sheet, you will understand that this confession statement and the wireless message has a gross, they do not go together. So that way the corroboratory, so I would say we have to thank Mr. Tyagarajan IPS for coming out at least at this stage. And Mr. Selvaraj, it is being reported that the wireless intercepts between Sivarashan and LTTE headquarters suggest that Sivarashan, Nalini, Tanu and maybe Nalini is the only persons who knows about the conspiracy. Is this indicates that the apart from Perarivalan, the other two accused who are facing the death penalty, that is Murugan and Shantan, they are also is not part of conspiracy. So the death penalty awarded to them is also unlawful, isn't it? Absolutely unlawful, because it has been stated by Mr. Tyagarajan that it is on record. See, they may be part of LTTE. Perarivalan is not even part of LTTE, but Murugan Shantan may be part of LTTE, but they are not part of this conspiracy, because during those times, 85, 90, 91, there have been so many LTTE people working here in Tamil Nadu, because that was considered as a freedom fight. That was considered as a freedom fight those days. So people were working here and there. So you cannot consider them as murderers. They were never part of this conspiracy. This conspiracy is a very high-profile conspiracy known to very limited people. It is Sivarasan, Danu and Subha, and Nalini also only on the last day, because they have to prepare this Danu to go to the place. So while they prepare, so they have to tell Nalini, okay, this is what is going to happen, come with us. So being associated with Sivarasan, Danu and Subha for so long, Nalini cannot come out of that. So that's what Mr. K.T. Thomas said. So Nalini was perhaps blackmailed to go with them to the place where the assassination took place. Right. I will come back to you, Mr. Selvaraj. S. Krishnakumar, മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ എസ് കൃഷ്ണകുമാർ ഇപ്പോൾ ഡൽഹി സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നു. ശ്രീ കൃഷ്ണകുമാർ, രാജീവ് ഗാന്ധി വധക്കേസിൽ വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അന്വേഷണ സംഘത്തിൽ അംഗമായിരുന്ന SP ത്യാഗരാജൻ. നേരത്തെ മുതൽ തന്നെ അന്വേഷണത്തെക്കുറിച്ച് അന്വേഷണത്തിൻ്റെ ഭാഗമായി പ്രത്യേക സംഘം രൂപീകരിച്ച് ചില വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അതൊന്നും നടത്തിയില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് കുറ്റസമ്മതം മൊഴി വ്യക്തമായി രേഖപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ താൻ രേഖപ്പെടുത്തിയില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇത് ഏത് വിധത്തിലാണ് കേസിനെ ബാധിക്കുക? ശ്രീ രാജീവ് ഗാന്ധിയുടെ ദാരുണമായ കൊലപാതകം കുടുംബത്തിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മാത്രമല്ല ഭാരതത്തിൻ്റെ 3-4 ദശകത്തെ പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ച ഏറ്റവും ദാരുണമായ സംഭവമായിരുന്നു. ട്രയൽ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയുമെല്ലാം ദശകങ്ങളായുള്ള ട്രയൽസിന് ശേഷം ആണ് ആദ്യം 22 പേരെ 26 പേരെയോ മറ്റോ വധശിക്ഷയ്ക്ക് വിധിച്ചത്. പിന്നീട് 4 പേരായി സുപ്രീം കോടതിയിൽ അത് ചുരുങ്ങി. അതിൽ ഒരു വിധിക്കപ്പെട്ട ശ്രീമതി നളിനിയെ ശ്രീമതി സോണിയാഗാന്ധിയുടെ ഇടപെടലും തുടർന്ന് ശ്രീമതി പ്രിയങ്ക ഗാന്ധി അവർ ജയിലിൽ പോയി സന്ദർശിച്ച് എൻ്റെ കുടുംബത്തിന് നിങ്ങളോടൊരു വിരോധവുമില്ല, നിങ്ങളെ ഞാൻ ഫർഗീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് ചരിത്രരേഖയാണ്. അതിനെല്ലാം ശേഷം നളിനിയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. ഇന്ന് 3 പേർ വധശിക്ഷ നേരിടുന്നു. അടുത്ത കാലത്ത് ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു. അല്ലെങ്കിൽ 2011 സെപ്റ്റംബറിൽ മറ്റോ വധശിക്ഷ നടപ്പാക്കേണ്ടതായിരുന്നു. ഇപ്പോൾ 3 പേരുടെ കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. തീർച്ചയായും ഈ ത്യാഗരാജൻ്റെ വെളിപ്പെടുത്തൽ ഒരു പുതിയ കാര്യമാണ്.
എന്നാൽ ഈ കേസ് മുഴുവൻ 22 വർഷമായി നടക്കുന്ന കേസ് മുഴുവൻ അട്ടിമറിച്ച് രാജീവ് ഗാന്ധിയുടെ വധത്തെ ചുറ്റിയുള്ള സീരിയസ്നെസ് കുറയ്ക്കുവാനോ ആ ചരിത്ര സമ്പത്തിൻ്റെ അഗാധമായ മുറിവ് ഉണക്കുവാനോ അത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവായിരുന്നു. ഭാവിയിലേക്ക് രാജ്യത്തെ മുന്നോട്ട് നയിക്കും എന്ന് ഏറെ പ്രതീക്ഷ കോൺഗ്രസ് പാർട്ടിയെങ്കിലും അർപ്പിച്ചിരുന്ന നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പോലും ഇത്തരം വലിയ പാളിച്ചകൾ ഉണ്ടായി എന്ന് പിന്നീട് വെളിപ്പെടുത്തപ്പെടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരില്ലേ ഭരണ സംവിധാനത്തിന്? ഒപ്പം ഇതിനു പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ മൾട്ടി ലെവൽ അന്വേഷണ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ അന്വേഷണം ഒരു നിലയ്ക്കും പുരോഗമിച്ചിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. അതായത് കൊലപാതകത്തിൻ്റെ വിശാലമായ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുകയും ഇത്തരം ചെറിയ ആളുകളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കേണ്ടി വരില്ലേ നമ്മൾ? ഇത്രയ്ക്കൊന്നും അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊന്നും ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൽ അന്തർലീനമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ഒരു CBI SP ആണ്, അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന് നിയമം അറിഞ്ഞുകൂടാ എന്ന് വരില്ലല്ലോ. IPCയിലെ സെക്ഷൻ 191, സെക്ഷൻ 193, 195, 194 ഇത് വായിക്കുകയാണെങ്കിൽ ഫാൾസ് എവിഡൻസ് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്, ഫാബ്രിക്കേറ്റഡ് എവിഡൻസ് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കാവുന്ന കേസുകളിൽ ഫാൾസ് എവിഡൻസ് നൽകുന്ന അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന് ജീവപര്യന്തം വരെ തടവ് ശിക്ഷിക്കപ്പെടാവുന്നതാണ്. അത്തരത്തിലാണ് ഇദ്ദേഹം കുറ്റം ചെയ്തു എന്ന് സമ്മതിച്ചിരിക്കുന്നത്. ഇത് കോടതി ഇത് ഫയലിൽ എടുക്കുകയാണെങ്കിൽ, ഇത് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഇദ്ദേഹത്തിനെതിരായി ട്രയൽ നടത്തുകയാണെങ്കിൽ ഇത് കാരണം കൂടിയാണ് വധശിക്ഷയിലേക്ക് പ്രതി എത്തപ്പെട്ടത് എന്ന് തെളിയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജീവപര്യന്തം നഷ്ടപ്പെടാവുന്നതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതൊന്നും അല്ല. കേസ് പുനരന്വേഷണം നടത്താൻ 22.5 വർഷത്തിന് ശേഷം പുനരന്വേഷണം നടത്തുന്നത് അർത്ഥശൂന്യമാണ്. അതുകൂടാതെ ഈ ഒരൊറ്റ കേസിൽ അദ്ദേഹം എന്താണ് ബാറ്ററി വാങ്ങിച്ചത് ബോംബിന് വേണ്ടിയല്ല എന്നുള്ളത് മാത്രം രേഖപ്പെടുത്തുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസ് മുഴുവൻ അർത്ഥശൂന്യമാണെന്നോ അടിസ്ഥാനരഹിതമാണെന്നോ ഒന്നും ഒരിക്കലും വരികയില്ല. ഇത് എത്രയോ വിറ്റ്നസ്സുകൾ, ആയിരക്കണക്കിന് മണിക്കൂറുകളുടെ ട്രയൽ, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ അന്വേഷണ ഏജൻസികൾ യോജിച്ച് നടത്തിയ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ട്രയൽ കഴിഞ്ഞ് ആണ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത്. കാളീശ്വരൻ രാജ്, ഇവിടെ കൃഷ്ണകുമാർ സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഉദ്യോഗസ്ഥൻ 22 വർഷത്തിന് ശേഷം പറയുന്ന ഒരു കാര്യം, അതിന് ആ പറഞ്ഞ കാര്യത്തിന് അർഹിക്കുന്നതിലപ്പുറമുള്ള ഗൗരവം നൽകേണ്ടതില്ല. പ്രത്യേകിച്ച് വലിയ അന്വേഷണത്തിന് ശേഷം തെളിവുകളൊക്കെ നിരത്തിയുള്ള വലിയ വിചാരണയ്ക്ക് ശേഷം വിവിധ കോടതികളുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നത്. വാങ്ങിച്ചത് ഞാൻ ഈ കാര്യത്തിൽ അദ്ദേഹത്തോട് ബഹുമാനപൂർവ്വം വിയോജിക്കുന്നു. കാരണം ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നം അദ്ദേഹം പറഞ്ഞതിൻ്റെ സാങ്കേതികമായ അർത്ഥത്തിലുള്ള അത് വ്യാജ തെളിവിന് അദ്ദേഹം അന്നു കൂട്ടുനിന്നുവോ എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നം ഉന്നയിക്കപ്പെടാം. പക്ഷെ അതല്ല ഉന്നയിക്കപ്പെടേണ്ടുന്ന പ്രാഥമിക പ്രശ്നം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ അന്യഥ നിരപരാധിയാണ്, ഇല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കില്ലാത്തയാളാണ് എന്ന് വെളിപ്പെടുത്തപ്പെട്ട ആളുകൾ വധശിക്ഷ കാത്ത് ഇത്രയും വർഷം 2 പതിറ്റാണ്ടുകളിലേറെ ജയിലിൽ കഴിയേണ്ടി വന്നു എന്നുള്ളത്, കൽത്തുറങ്കിനെ കുറിച്ചുള്ള ഭീതിയിൽ അവർക്ക് 2 പതിറ്റാണ്ടിലേറെ കഴിയേണ്ടി വന്നു എന്നുള്ളത്, അത് തെറ്റായ രീതിയിലുള്ള ഇല്ലെങ്കിൽ വഴിതിരിച്ചു വിട്ട വിധത്തിലുള്ള ഒരു അമിതാവേശത്തിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഫലമായിട്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ മനുഷ്യരാശിയെ, ഇന്ത്യക്കാരെ മാത്രമല്ല മനുഷ്യരാശിയെ തന്നെ ഞെട്ടിക്കുക. ഇത് തീർച്ചയായിട്ടും രാജീവ് ഗാന്ധിയുടെ ദാരുണമായ കൊലപാതകം തീർച്ചയായിട്ടും ആക്ഷേപാർഹമാണ്, അധിക്ഷേപാർഹമാണ്, അപലപനീയമാണ്, ദുരന്തമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മളെ ഒക്കെ ഞെട്ടിച്ച കുറ്റകൃത്യം തന്നെയാണ്, വളരെ ഗൗരവപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ
നിരപരാധികൾ ശിക്ഷിക്കപ്പെടണമെന്ന് ആരും ആഗ്രഹിക്കാനും പാടില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലുകളാണ്. വാസ്തവത്തിൽ മുൻപ് ശ്രീ രാമചന്ദ്രൻ നായർ ഇവിടുത്തെ കേരളത്തിലെ വർഗീസ് കൊലപാതക കേസുമായി ബന്ധപ്പെട്ട്, അത് മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു തലത്തിലാണെങ്കിലും, അന്നും മനസാക്ഷിയുടെ പീഡനം കാരണമാണ് അദ്ദേഹം വർഗീസ് കൊലപാതകത്തെ സംബന്ധിച്ച യാഥാർത്ഥ്യം എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ വെളിപ്പെടുത്തിയത്. ഞാൻ രാമചന്ദ്രൻ നായർക്ക് വേണ്ടിയിട്ട് ഹാജരായ അഭിഭാഷകനാണ്. ഒരുപക്ഷെ ഇത്രയും നിഷ്കളങ്കനായ ഒരു കൊലക്കേസ് പ്രതിക്ക് വേണ്ടി കൂടുതൽ അഭിഭാഷകർ ഹാജരായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്കുണ്ടായ ആഘാതം, ഒരു കാര്യം പതിറ്റാണ്ടുകളായിട്ട് പൊത്തിവെക്കേണ്ടി വരുന്നു എന്നുള്ളത്, ഒരു കൊലപാതകം സംബന്ധിക്കുന്ന വളരെ അടിസ്ഥാനപരമായ കാര്യം പുറം ലോകം അറിയാതെ പൊത്തിവെക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്കുണ്ടാക്കിയ ആഘാതം ഏതാണ്ട് മറ്റൊരു തലത്തിൽ, മറ്റൊരു കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ സത്യം ഇത്രയും വർഷങ്ങൾ മൂടിവെക്കേണ്ടി വന്നു എന്നുള്ളതുണ്ടാക്കുന്ന കുറ്റബോധം, അന്വേഷണ ഏജൻസിയിൽ ഉണ്ടാക്കുന്ന കുറ്റബോധം, ഇതിൻ്റെ പ്രാഥമികമായ പ്രസക്തി എന്താണ്? ഇതിൻ്റെ പ്രാഥമികമായ പ്രസക്തി ഇത്തരത്തിലുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് പലപ്പോഴും ആളുകൾ കൽത്തുറങ്കലിൽ ഏറ്റപ്പെടുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ സെൻസേഷണലായിട്ടുള്ള, വളരെ പ്രമാദമായിട്ടുള്ളൊരു കേസാണ്. മുമ്പ് കണ്ണബിരാൻ നടത്തിയ പഠനമുണ്ട്. PUCLന്റെ മുൻ അധ്യക്ഷനായിട്ടുള്ള ആന്ധ്രാപ്രദേശിലെ സീനിയർ അഭിഭാഷകനായിട്ടുള്ള ശ്രീ കണ്ണബിരാൻ നടത്തിയൊരു പഠനത്തിൽ പറയുന്നത്, ഇന്ത്യൻ സാഹചര്യത്തിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടുന്നത് പലപ്പോഴും ദരിദ്രരായിട്ടുള്ള ആളുകളാണ്. വലിയ ഫീസ് കൊടുത്ത് വലിയ അഭിഭാഷകരെ ഏർപ്പെടുത്തുവാൻ കഴിയാതെ പോകുന്നവരാണ് പലപ്പോഴും. റൈറ്റ്. ശ്രീ കാളീശ്വരം രാജ്, ഇവിടെ SP ത്യാഗരാജൻ പേരറിവാളൻ്റെ മൊഴി മുഴുവനായി താൻ രേഖപ്പെടുത്തിയില്ല, ചില ഭാഗങ്ങൾ ഒഴിവാക്കിയത് കേസിനെ ശക്തിപ്പെടുത്താനാണ് എന്ന് പറഞ്ഞതിനൊപ്പം LTTE നേതാക്കളും ശിവരശനുമായി നടത്തിയ വയർലെസ് സംഭാഷണങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ്സ്, അതിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത് മറ്റു രണ്ടാളുകൾ, ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു കഴിയുന്ന ശാന്തനോ മുരുകനോ ഈ വധശിക്ഷ രാജീവ് ഗാന്ധിയെ വധിക്കാനുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ പേരറിവാളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു രണ്ടുപേരുടെ കാര്യത്തിലും വ്യാജ തെളിവുകൾ അല്ലെങ്കിൽ വ്യാജ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. അന്വേഷണം മൊത്തത്തിൽ നേരായ രീതിയിൽ നടന്നില്ല എന്നൊരു ആരോപണത്തിലേക്ക് കാര്യങ്ങളെ ഈ വെളിപ്പെടുത്തൽ കൊണ്ടുചെന്നെത്തിക്കില്ലേ? തീർച്ചയായിട്ടും അന്വേഷണം, ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും അന്വേഷണം, അതാണ് നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്ന കാര്യം. അന്വേഷണം, ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ, ഒരു സത്യാന്വേഷണ പരീക്ഷയുടെ ഭാഗമായി നടക്കുന്നവയല്ല, മറിച്ച് എങ്ങനെയും കണ്ടെത്തിയ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്ത് ശിക്ഷിക്കണം, പരമാവധി ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള നിയതമായിട്ടുള്ള ആദർശത്തിലൂടെയാണ്, നിയതമായിട്ടുള്ള ചട്ടക്കൂടിലൂടെയാണ് പ്രോസിക്യൂഷന്റെ ഘടനാപരമായിട്ടുള്ള നീക്കം. അത് വളരെ യാന്ത്രികമായിട്ടുള്ള നീക്കം കൂടിയാണ്. അങ്ങനെയാണ് നാട്ടിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ജൈവികമായ സത്യങ്ങൾ, ഓർഗാനിക് ട്രൂത്ത് എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി തമസ്കരിക്കപ്പെടുകയോ വിസ്മരിക്കപ്പെടുകയോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ താങ്കൾ ചോദ്യത്തിൽ ശരിയായി സൂചിപ്പിച്ചതുപോലെ ഇത്തരമുള്ളൊരു അന്വേഷണത്തിന്, കാരണം ഇവിടെ ജീവൻ മരണ പ്രശ്നമാണ്, ഒരാളുടെ നഷ്ടപ്പെടുന്ന ജീവൻ തിരിച്ചു കൊടുക്കുക ആർക്കും സാധ്യമല്ല. ഇവിടെ ഈ പറയുന്ന 3 പേർ ഇതിനകം വധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ തരത്തിലുള്ളൊരു വെളിപ്പെടുത്തലിന് ശേഷം സത്യം മറ്റൊന്നായിരുന്നു എന്ന് കണ്ടെത്തിയാൽ പോലും രാഷ്ട്രത്തിന്, സർക്കാരിന്, കോടതിക്ക്, നിയമവ്യവസ്ഥക്ക് എങ്ങനെ ഈ നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് മുൻപ് അൽബേർ കാമു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള നോബൽ സമ്മാനം വാങ്ങിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞത്, ഫ്രാൻസിൽ, മനുഷ്യരാശിയുടെ ഏറ്റവും സുദൃഢമായ ഐക്യദാർഢ്യം മരണത്തിനെതിരായ ഐക്യദാർഢ്യമാണ്. ജാതി മത രാഷ്ട്രഭേദമന്യേ മരണത്തിനെതിരെ, കൊലപാതകത്തിനെതിരെ മനുഷ്യർ ഒന്നിക്കുന്നു. അതുകൊണ്ട് തന്നെ വധശിക്ഷയ്ക്കെതിരെയും മനുഷ്യർക്കൊരു ചോദനയുണ്ട്. പക്ഷേ ആ ചോദന ഫലവത്താകണമെങ്കിൽ കുറ്റവും ശിക്ഷയും തമ്മിലുള്ള, ഇല്ലെങ്കിൽ കുറ്റകൃത്യം സംബന്ധിക്കുന്ന സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ്. കാമു ഇത് പറഞ്ഞതിന് ശേഷം 20 വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസിൽ വധശിക്ഷ നിർത്തലാക്കി. ഇന്നും പല പടിഞ്ഞാറൻ രാജ്യങ്ങളിലും മാത്രമല്ല, നേപ്പാളിൽ പോലും ഭൂട്ടാനിൽ പോലും ഇല്ലാത്ത ശിക്ഷാരീതിയാണ് വധശിക്ഷ. ആ രീതിയിൽ നോക്കുമ്പോൾ മറ്റൊരു അന്വേഷണം, ഇല്ലെങ്കിൽ ഈ അന്വേഷണം ശരിയായ രീതിയിലായിരുന്നില്ല, തെറ്റായ രീതിയിലാണ് പ്രതികളെ ചേർക്കപ്പെട്ടത്, തെറ്റായ രീതിയിലാണ് പതിറ്റാണ്ടുകളോളം അവരെ തടവറയിലിട്ടത്, തെറ്റായ രീതിയിലാണ് അവർക്ക് മുമ്പിൽ കയർ വെച്ച് നാം അവരെ
ഭയപ്പെടുത്തി ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം രാജ്യത്തെ വധശിക്ഷയെ സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായ ഒരു പുനരവലോകനം, ഒരു ആത്മവിമർശനം നമ്മുടെ നീതിന്യായ തലത്തിലും ഭരണതലത്തിലും സാമൂഹിക തലത്തിലും ഉണ്ടാകണം. അതാണ് ഒരു പക്ഷേ ഇതിൽ നിന്നുയരുന്ന വളരെ പ്രധാനപ്പെട്ട പാഠം. Right. Going back to Selvaraj Murugan, Sri Selvaraj, Inspector Mohan Raj, who was part of the investigation team, earlier said that these people, including Perarivalan, Shandan and Murugan, had been subjected to third-degree torture to make confessional statements. This revelation didn't make any impact on the judicial system. Do you think, in this circumstance, the revelation made by Tyagarajan will make any impact? Certainly. Okay. So, before going into the third degree torture, I just wanted to clarify a point raised by the Congress leader. I just wanted to make sure that we do not justify Rajiv Gandhi's assassination, and we certainly sympathize with Sonia Gandhi about the law. And he said that the case was handled in the trial court and then High Court and then Supreme Court. No, the case was heard in the Tara Court and then it was taken to the Supreme Court directly, thereby denying a chance of justice. Because you have to understand, there were 26 cases, so there were heaps and heaps of papers, and lawyers were handling it in the trial court, and the trial was pretty much fixed, so all 26 were given death penalty. And when it was taken to the Supreme Court, there was one particular lawyer, Natarajan, who was handling the whole thing. So he has to go through so many files, so many witnesses, as the Congress leader said. He has to go through so many things, and finally he was able to acquit. He was able to save 19 of them. But Perarivalan, there was a clearer thing in the judgment itself, in the para 439 and 550, there was a big contradiction in those paragraphs about what the confession statement said and what the wireless intercept was. This came into light only after the verdict was given. So after several days, people went through all the judgment copies and then they were able to come out with the contradictions. So that is how these people were, left out. And moreover, Tyagarajan had the choice of words. So whatever the choice of words he used to write the confession statement only put Perarivalan and others in trouble. So it is not that Tyagarajan had any intention of taking these people to the gallows. Tyagarajan did not have any intention, but it is only the corroborative thing which happened in wrongly. Right, Selvaraj Murugan. Thanks for joining us this evening. Sri Krishnakumar, ഇവിടെ സെൽവരാജ് മുരുകൻ ചൂണ്ടിക്കാണിച്ചത് താങ്കൾ ശ്രദ്ധിച്ചു കാണും. അതിനൊപ്പം ഈ പേരറിവാളൻ, ശാന്തൻ, മുരുകൻ എന്നീ 3 പേരുടെ ഇൻവോൾവ്മെൻറ്റ് സംബന്ധിച്ച് ഇപ്പോൾ ത്യാഗരാജൻ പറയുന്ന വെളിപ്പെടുത്തലുകൾക്കൊപ്പം തന്നെ നേരത്തെ ജെയിൻ കമ്മീഷൻ്റെ ശുപാർശകളുണ്ടായിരുന്നു. അതിനനുസരിച്ച് അതിലെ ശുപാർശകൾക്കനുസരിച്ചുള്ള അന്വേഷണത്തിന് ഏജൻസിയെ നിശ്ചയിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ ആ ഏജൻസി ഒരന്വേഷണവും നടത്തിയതായി ഇതുവരെ റിപ്പോർട്ടുകളില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ആളുകളിലേക്ക്, ശാന്തൻ, പേരറിവാളൻ പോലുള്ള ആളുകളിലേക്ക് ഇതിൻ്റെ ഗൂഢാലോചന ചുരുക്കപ്പെടുകയാണോ എന്ന സംശയം ഉയരുന്നത്. ഈ മറ്റ് പാനലിസ്റ്റ് പറഞ്ഞ മാനുഷികമായ വശങ്ങളെപ്പറ്റി എനിക്ക് യാതൊരു എതിർപ്പുമില്ല. ഇപ്പോൾ തന്നെ ഈ പ്രതികൾ വധശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്ത പ്രതികൾ തന്നെ 22.5 വർഷത്തോളം ജയിലിൽ കിടക്കുകയാണ്. ജീവപര്യന്തക്കാൾ കൂടുതൽ അവർ അനുഭവിച്ചു കഴിഞ്ഞു. പിന്നെ രാജീവ് ഗാന്ധിയുടെ കുടുംബത്തിനോ കോൺഗ്രസ്സുകാർക്ക് പൊതുവെയോ ഇവരെ ഇനി തൂക്കിക്കൊന്നേ പറ്റൂ എന്ന് നിർബന്ധമില്ല. പക്ഷേ രാജ്യത്തൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. രാജ്യത്തിൻ്റെ അന്വേഷണ ഏജൻസികൾ കൊണ്ടല്ലാതെ എല്ലാ ഈ ശ്രമങ്ങൾക്കെതിരെയും എല്ലാ കൊലപാതകങ്ങൾക്കെതിരെയും ഇത്തരം വാദമുഖങ്ങൾ ഉന്നയിക്കപ്പെടും. ട്രയൽ കോർട്ടും ഹൈക്കോടതിയും സുപ്രീം കോർട്ട് പല പ്രാവശ്യവും വർഷങ്ങളുടെ ട്രയലിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കോടതി കണക്കിലെടുക്കും. കോടതിക്ക് ബുദ്ധിയില്ല, അല്ലെങ്കിൽ കോടതി അവധാനതയോടുകൂടിയല്ല പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. സുപ്രീം കോടതി അവധാനതയോടുകൂടി കാര്യങ്ങൾ പഠിച്ച ശേഷം അവരുടെ വിധി, അതാണ് ഈ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനിലായി നിലനിൽക്കുന്ന കാര്യം. അപ്പോൾ സുപ്രീം കോടതി വിധി കൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പ്രതിഭ പട്ടേൽ ദയ നിഷേധിച്ചു. സോണിയാഗാന്ധി കൂടി ഇടപെട്ട് നളിനെ ഇതിൽ നിന്ന് ഒഴിവാക്കി.
ഇപ്പോൾ രണ്ടുപേരുടേത് സുപ്രീം കോടതിയിൽ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഈ ഞാൻ പറയുന്നത് പിന്നെ അടിസ്ഥാനപരമായി ഈ ത്യാഗരാജൻ്റെ 22 വർഷം കഴിഞ്ഞുള്ള സോ കോൾഡ് വെളിപ്പെടുത്തൽ ഈ കേസിൻ്റെ ഓവറോൾ നടത്തിപ്പിനെ പ്രതികൂലമായി ബാധിക്കുകയില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കാരണങ്ങൾ 2-3 ഒന്ന്, ഈ പെരിവാൾ അല്ല അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ എവിഡൻസ് മാത്രമല്ല ഈ പണിഷ്മെൻറ്റിന് അല്ലെങ്കിൽ വിധിക്ക് പിന്നിലുള്ളത്. ആയിരം ചെറിയ എവിഡൻസുകൾ, സാഹചര്യ തെളിവുകൾ, ഇതെല്ലാം വച്ചുകൊണ്ടാണല്ലോ സുപ്രീം കോടതി തീരുമാനത്തിലെത്തുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ കാര്യം മാത്രമാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് 22 വർഷം കഴിഞ്ഞ് പറയാണ്. അദ്ദേഹം നിയമം പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം തെറ്റായ തെളിവ് കോടതിയിൽ സമർപ്പിച്ചുവെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം വധശിക്ഷ ഇദ്ദേഹം ജീവപര്യന്തം തടവിന് ഉള്ള ശിക്ഷ ലഭിക്കാവുന്ന ആളാണ് ഈ ത്യാഗരാജൻ. പക്ഷേ ഇത് പൊത്തിപ്പൊക്കുന്നത് വഴി രാജീവ് ഗാന്ധിയുടെ വധശ്രമത്തിന് പിന്നിലുള്ള ആ സീരിയസ്നെസ് മറയ്ക്കുവാനും ചരിത്ര സത്യങ്ങൾ മറച്ചു വയ്ക്കുവാനും അല്ലെങ്കിൽ തകിടം മറിക്കുവാനും ഒക്കെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇദ്ദേഹം ഈ പേരളിവാളനെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ എനിക്കൊരു വിരോധമില്ല. അദ്ദേഹത്തിന് ഇത് കാരണം ചിലപ്പോൾ എൻ്റെ വിലയിരുത്തലിൽ സുപ്രീം കോടതി ഇതും കൂടെ കണക്കിലെടുത്ത് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 2 പേരെയും ജീവപര്യന്തം ആക്കി വിടുന്നില്ല. അങ്ങനെ വരുന്നെങ്കിൽ ഞങ്ങൾക്കാർക്കും അതിൽ യാതൊരു വിരോധമില്ല. പക്ഷെ ശ്രീകാളിശ്വരരാജ്, ഈ കേസിൽ പ്രസിഡന്റ് ദയാഹർജി തള്ളിയതിന് ശേഷം ഇത്ര കാലമായി കഴുമരം കാത്തു കഴിയുന്നു. ആ മനോവിഷമം, ആ മാനസിക സമ്മർദ്ദം കണക്കിലെടുക്കണം. അത് കണക്കിലെടുത്ത് ശിക്ഷ ഇളവ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി കോടതിയുടെ പരിഗണനയിലേക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഹർജിയുടെ പരിഗണനാ വേളയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കോടതി പരിഗണിക്കുമോ? അങ്ങനെ പരിഗണിക്കാൻ നിയമപരമായി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ ഈ രീതിയിലുള്ള ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ അവരുടെ മൂല്യം വളരെ അടിസ്ഥാനപരമായ നിർണായകമായിട്ടുള്ള മൂല്യമാണ് അതിനുള്ളത്. അല്ലാതെ അവഗണിക്കാവുന്ന സാങ്കേതികമായിട്ടുള്ള കാര്യം കൊണ്ട് അവഗണിക്കാവുന്ന കാര്യമല്ല അത്. ഇത്തരം കാര്യങ്ങൾ കേവലം നിയമത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് മാത്രം കോടതിക്ക് പോലും കാര്യങ്ങളെ യഥാവിധി പരിശോധിക്കുവാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ബുള്ളാറിൻ്റെ കേസിലെ വിധി, സിഖ് കലാപവുമായി ബന്ധപ്പെട്ടിട്ട് ബുള്ളാറിൻ്റെ കേസിൽ വിധി വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു കാലതാമസം ഒന്നു മാത്രം വധശിക്ഷ കമ്മ്യൂട്ട് ചെയ്യുവാൻ, വധശിക്ഷയെ ജീവപര്യന്തമാക്കി മാറ്റുവാനുള്ള കാരണമല്ല എന്ന്. അതേ ബെഞ്ച് തന്നെയാണ് അന്ന് ഞാൻ ബുള്ളാർ വിധിയെക്കുറിച്ച് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിൽ എഴുതിയിരുന്നു. ആ വിധിയുടെ 10 പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അത്ഭുതകരം എന്ന് പറയട്ടെ, വളരെ ചെറിയ ആഴ്ചകൾക്കുള്ളിൽ സുപ്രീം കോടതി ആസാമിൽ നിന്നുള്ള ദാസിൻ്റെ കേസിൽ, വാസ്തവത്തിൽ ബുള്ളാർ കഴിഞ്ഞിടത്തോളം കാലം ജയിലിൽ പോലും കഴിഞ്ഞിരുന്നില്ല ആസാമിൽ നിന്നുള്ള ദാസ്. മാത്രമല്ല ബുള്ളാർ ഏതാണ്ട് മാനസിക രോഗത്തോട് അടുത്ത ഒരവസ്ഥയിൽ ആണ് ഇന്ന് ജീവിക്കുന്നത് ജയിലിൽ. ദാസിൻ്റെ കാര്യം അത്രമേൽ പരിതാപകരമായിരുന്നില്ല എന്ന് പോലും പറയാം. ദാസിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞു, അതേ ബെഞ്ച് തന്നെ പറഞ്ഞു, ദീർഘകാലമായി വധശിക്ഷയ്ക്ക് കാത്ത് ജയിലിൽ കിടക്കുന്നത് വധശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റാനുള്ള മതിയായ കാരണമാണ് എന്ന്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇന്ന് പറയുന്ന താങ്കളുടെ ചോദ്യത്തിൽ ചോദിച്ച ഈ 3 പേരുടെ ജയിൽവാസത്തിൻ്റെ ദൈർഘ്യം മാത്രം മതി നിലവിലുള്ള നിയമം അനുസരിച്ച്. പക്ഷെ നിർഭാഗ്യവശാൽ ആ രീതിയിലുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും സുപ്രീം കോടതി വിധിയിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു സാധാരണ ക്രിമിനൽ കുറ്റവും രാഷ്ട്രീയമായ കുറ്റകൃത്യവും എങ്ങനെയാണ് കോടതികൾ സമീപിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് സമയപരിമിതി മൂലം ഇടപെടുന്നു, ദയവായി ക്ഷമിക്കുക. വളരെയധികം നന്ദി. ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ കാളീശ്വരം രാജ്, എസ് കൃഷ്ണകുമാർ, സെൽവരാജ് മുരുകൻ, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.